എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. യെസ്, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ MT വാസുദേവൻ നായരെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ MT വാസുദേവൻ നായരെ കുറിച്ച് ഒരു ക്ലാസ്സിൽ മൊത്തമായിട്ടൊക്കെ പഠിക്കാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ വർഷം നടക്കുന്ന 2025 നടക്കുന്ന പരീക്ഷകളിൽ MT യെ കുറിച്ച് ചോദിച്ചില്ലെങ്കിൽ PSCക്ക് മോശമാണ്. 2025 നടക്കുന്ന പരീക്ഷയിൽ MT വാസുദേവൻ നായരെ കുറിച്ച് കറണ്ട് അഫയേഴ്സിൽ ഒരു ചോദ്യം, അല്ലെങ്കിൽ ആർട്സ്, സ്പോർട്സ്, കൾച്ചർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് ഒരു ചോദ്യം PSC ചോദിച്ചില്ലെങ്കിൽ, മിനിമം ഒരു ചോദ്യമെങ്കിലും ചോദിച്ചിട്ടില്ലെങ്കിൽ PSCക്ക് തന്നെയാണ് അതിന്റെ നാണക്കേട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ MT യെ നമ്മൾ ഇവിടെ പരിചയപ്പെടുകയാണ്. MT യുടെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അത് അദ്ദേഹത്തിന്റെ വിയോഗം കൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വന്ന പത്മവിഭൂഷൺ കൊണ്ടൊക്കെ നമുക്ക് അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയി മാറുകയാണ്. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. MT വാസുദേവൻ നായർക്ക് രാജ്യത്തിന്റെ ആദരം, മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ അദ്ദേഹത്തിന് കിട്ടി എന്ന വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ? അപ്പോ പത്മവിഭൂഷൺ കിട്ടി MT വാസുദേവൻ നായർക്ക് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വിയോഗം നടന്നതും ഈ അടുത്തായത് കൊണ്ട് തന്നെ 2025 ഒരു ചോദ്യം അദ്ദേഹത്തെ കുറിച്ച് നിർബന്ധമായിട്ടും ചോദിക്കും, ഉറപ്പാണ്. ഓക്കെ, എന്നാ പിന്നെ കാര്യത്തിലേക്ക് കിടക്കാം, MT യെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറെ ആളുകളുടെ വിയോഗങ്ങളുണ്ട്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുന്നത്, ഇൻ ഡെപ്തിൽ പഠിച്ചു പോകുന്നത് നല്ലതാണ്. യെസ്, അപ്പൊ എന്തൊക്കെയാണ്? 1933 ജനിക്കുകയും 2024 അന്തരിക്കുകയും ചെയ്ത ആളാണ് MT വാസുദേവൻ നായർ. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നുള്ളതാണ് MT വാസുദേവൻ നായരുടെ പൂർണ്ണ നാമം. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. എന്താണ്? മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. 1933 അദ്ദേഹം ജനിക്കുന്നത്. 2024 മരണമടയുന്നത്. 33 ജൂലൈ 15 കൂടല്ലൂർ, പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇനി 2024 ഡിസംബർ 25 അദ്ദേഹത്തിന്റെ മരണം. അല്ലെ, ക്രിസ്മസിന്റെ അന്നാണ്, നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ? ക്രിസ്മസിന്റെ അന്നാണ് 2024 ഡിസംബർ 25 ബുധനാഴ്ചയാണ് മരണം എന്നുള്ളത് നോട്ട് ചെയ്തു വെക്കാം. MT വാസുദേവൻ നായർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം സ്മൃതി പഥം. ഓക്കെ, കോഴിക്കോട് ജില്ലയിലെ സ്മൃതി പഥത്താണ് MT വാസുദേവൻ നായർ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന പോയിന്റ് ഓർത്തു വെക്കാം. അപ്പൊ അദ്ദേഹം പാലക്കാടാണ് ജനിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ സ്മൃതിപഥം സ്ഥിതി ചെയ്യുന്നത്, അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടാണ് എന്ന് വിളിച്ചു. ആദ്യം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാതിരാവും പകൽ വെളിച്ചവും. പാതിരാവും പകൽ വെളിച്ചവുമാണ് അദ്ദേഹത്തിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച നോവൽ എന്ന പോയിന്റ് ഓർത്തു വെക്കാം കേട്ടോ. പാതിരാവും പകൽ വെളിച്ചവും. 1958 പ്രസിദ്ധീകരിച്ച നാലുകെട്ട് ആണ് ആദ്യം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാതിരാവും പകൽ വെളിച്ചവും. എന്നാൽ അതൊരു പുസ്തകമായിരുന്നില്ല. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലുകെട്ട് എന്ന് നോട്ട് ചെയ്തു വെക്കാം. അതൊക്കെ ടെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ. ആദ്യം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാതിരാവും പകൽ വെളിച്ചവും. എന്നാൽ ആദ്യം പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുസ്തകമല്ല, പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നാലുകെട്ട് എന്ന് നോട്ട് ചെയ്തു വെക്കാം. 1957 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സബ് എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 1957 കേട്ടോ, മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് സബ് എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തു എന്ന പോയിന്റും ഓർത്തു വെക്കാം. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളിലൂടെ നമ്മൾ കടന്നു പോവാണ്. 33 ജനിച്ചു, 2024 അന്തരിച്ചു. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നുള്ളതാണ് പേര്. പാലക്കാട് കൂടല്ലൂരാണ് ജനിച്ചത്. ഡിസംബർ 25 മരണപ്പെട്ടത്.
അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം സ്മൃതിപഥം കോഴിക്കോട് എന്ന് പഠിച്ചു വെക്കാം. പാതിരാവും പകൽ വെളിച്ചവുമാണ് അദ്ദേഹത്തിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച നോവൽ എന്ന് നോട്ട് ചെയ്തു വെക്കാം. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ നാലുകെട്ടെ. 1957 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സബ് എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന പോയിന്റും ഓർത്തു സെറ്റ്. ഓക്കെ അല്ലേ? ബേസിക് ഫാക്ട്സ് റെഡി അല്ലേ? പഠിച്ചില്ലേ? കൂടല്ലൂർ, ഗൂഡല്ലൂരല്ല കേട്ടോ, അത് വേറെ, ഇത് കൂടല്ലൂർ പാലക്കാട്. സ്മൃതിപഥം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. സ്മൃതിപഥം. പാതിരാവും പകൽ വെളിച്ചവും നാലുകെട്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. ഒന്ന് നോവലാണ്, പക്ഷെ പുസ്തക രൂപത്തിലല്ല. ഓക്കെ, അത് അച്ചടി മാസിക രൂപത്തിലൊക്കെ ആയിരിക്കാം. മേ ബി മാസിക അല്ല, അച്ചടി നമുക്ക് പല പബ്ലിക്കേഷൻസ് ഉണ്ടാവാറില്ലേ, പുസ്തകമല്ലാത്ത രൂപത്തിലായിരിക്കും പകൽ വെളിച്ചവും പാതിരാവും പകൽ വെളിച്ചവും കേട്ടോ. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് നാലുകെട്ട് എന്ന് നോട്ട് ചെയ്ത് യെസ്. ഇനി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള ഹെമിംഗ്വേ, നിളയുടെ കഥാകാരൻ, നിളയുടെ കവി എന്നറിയപ്പെടുന്നത് കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് കുഞ്ഞിരാമൻ നായരാണെങ്കിൽ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. അങ്ങനെ ഒരു വിശേഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കേരള ഹെമിംഗ്വേ എന്ന വിശേഷണം ഉള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള ഹെമിംഗ്വേ ആരാണ്? MT ആണ് എന്ന് പഠിച്ചു. ഇനി കൂടല്ലൂരിന്റെ കഥാകാരൻ, അദ്ദേഹം ജനിച്ചത് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MT വാസുദേവൻ നായരാണ് എന്ന് പഠിച്ചു. ഇനി അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ് മാണിക്യക്കല്ല് എന്ന നോവൽ സരള എന്ന തൂലികാ നാമത്തിൽ എഴുതിയത്. മാണിക്യക്കല്ല് എന്ന നോവലിൽ സരള എന്ന തൂലികാ നാമത്തിൽ എഴുതിയത് അദ്ദേഹമാണ്. കെ സരള എന്ന തൂലികാ നാമത്തിൽ ബാലസാഹിത്യ കൃതി എഴുതിയ സാഹിത്യകാരനാണ് ആര്? MT വാസുദേവൻ നായർ. ഇതൊക്കെ ചോദിക്കും, ഇത് കറണ്ട് അഫയേഴ്സിൽ മാത്രമല്ല ചോദിക്കുക കേട്ടോ. ആർട്സ് കല എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, കലാസാഹിത്യം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ നിങ്ങളുടെ സിലബസിൽ അല്ലെ, അതിലും ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോ MT വാസുദേവൻ നായരുടെ വിശേഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കേരള ഹെമിംഗ്വേ, നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ്. തൂലികാനാമം, ഓക്കെ, മാണിക്യക്കല്ല് എന്ന നോവലിൽ അദ്ദേഹം സരള എന്ന തൂലികാനാമത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി കെ സരള എന്ന തൂലികാനാമത്തിൽ ബാലസാഹിത്യ കൃതി എഴുതിയ സാഹിത്യകാരൻ കൂടിയാണ് അദ്ദേഹം എന്നുള്ള പോയിന്റ് കൂടി ഓർത്തു വെക്കാം കേട്ടോ. സരള, യെസ് കേട്ടോ, സരള. സരള എന്ന തൂലികാനാമത്തിൽ എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MT ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കണേ. സരളയുടെ മോളെ പൊന്നിന്റെ കരളെ കാലിന്റെ അടി എന്താ നിലത്തുറക്കാത്ത അല്ലെ, പിള്ളേരുടെ പാട്ടില്ലേ. MTയുടെ ആണ് ആ പേര് എന്നുള്ളത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോ മാണിക്യക്കല്ല് എന്ന നോവൽ സരള എന്ന തൂലികാനാമത്തിൽ എഴുതിയത് MT ആണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. കെ സരള എന്ന തൂലികാനാമത്തിൽ ബാലസാഹിത്യ കൃതി എഴുതിയ സാഹിത്യകാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും MT ആണ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. അപ്പൊ കേരള ഹെമിംഗ്വേ, നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നതും MT ആണെന്ന് പഠിച്ചു വെക്കാം. ജനിച്ചെവിടെയാണ്? പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ. മരണപ്പെട്ടത് എന്നാണ്? ഡിസംബർ 25 സ്മൃതിപഥം എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോടാണ് എന്ന് നോട്ട് ചെയ്തു. ക്ലിയർ അല്ലേ? ചോദ്യാണേ, അടുത്ത പരീക്ഷയിലെ ചോദ്യാണേ. യെസ്. MTയുടെ എഴുത്തിന്റെ തുടക്കം കവിതയിലായിരുന്നു. ആദ്യം തന്നെ നോവൽ എഴുതി അല്ല MT തുടങ്ങുന്നത്. MTയുടെ എഴുത്തിന്റെ തുടക്കം കവിതയിലായിരുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ CG നായരുടെ പത്രാധിപത്യത്തിൽ ഗുരുവായൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന കേരളക്ഷേമം ദ്വൈവാരികയിലാണ് പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം എന്ന ലേഖനമാണ് വെളിച്ചം കണ്ട ആദ്യ രചന. വെളിച്ചം കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്തത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആദ്യ രചന. അപ്പോ ആദ്യം തുടക്കം MTയുടെ എഴുത്തിന്റെ തുടക്കം കവിതകളിലായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ്. ഒന്ന് വായിച്ചു പോകാം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് CG നായരുടെ പത്രാധിപത്യത്തിൽ ഗുരുവായൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച കേരളക്ഷേമം ദ്വൈവാരികയിൽ, ഓക്കെ, പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വെളിച്ചം കണ്ട ആദ്യ രചന എന്ന പോയിന്റ് ഒക്കെ റയർ ഫാക്ട് ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ പോക്കറ്റിലാക്കാം നമുക്ക്. അദ്ദേഹത്തിന്റെ ആദ്യ രചന
യെസ്, ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? അദ്ദേഹത്തിന്റെ ആദ്യ നോവലാണ് കേട്ടോ. ആദ്യം പ്രസിദ്ധീകരിച്ച നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും. 58-ൽ 4 കെട്ട് പുസ്തക രൂപത്തിലാക്കിയ നോവലാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു കേട്ടോ. യെസ്, ഓക്കെ. ഇനി ഇവിടെ എന്താ സംഭവം? ഇത് അദ്ദേഹം കവിത രൂപത്തിലായിരുന്നു ആദ്യം തുടങ്ങിയത്. വെളിച്ചം കണ്ട ആദ്യ രചനയാണ് ഏത്? വൈര വ്യവസായം. പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം എന്ന ലേഖനമാണ് വെളിച്ചം കണ്ട ആദ്യ രചന എന്നോട് ചെയ്തു. മദിരാശിയിൽ നിന്ന് വി പരമേശ്വരുടെ പത്രാധിപത്യത്തിൽ പുറത്തിറക്കിയ ചിത്ര കേരളത്തിൽ അതേ വർഷം തന്നെ പ്രസിദ്ധീകരിച്ച വിഷു വാഘോഷമാണ് അച്ചടിച്ചു വന്ന ആദ്യ കഥ. യെസ്, അപ്പൊ അദ്ദേഹം എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. യെസ്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ രചനയായ കവിത പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം, കേരള ക്ഷേമം ദ്വൈവാരികയിൽ എഴുതിയത്. മദ്രാശിയിൽ നിന്ന് പി പരമേശ്വരയ്യരുടെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ ചിത്ര കേരളത്തിൽ കേട്ടോ, ചിത്ര കേരളമാണ് അതേ വർഷം തന്നെ പ്രസിദ്ധീകരിച്ച വിഷു ആഘോഷം കേട്ടോ. വിഷു ആഘോഷമാണ് അച്ചടിച്ചു വന്ന ആദ്യ കഥ കേട്ടോ, വിഷു ആഘോഷം. യെസ്, അപ്പോ പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായമാണ് ആദ്യത്തെ കവിത. ആദ്യ കഥയോ വിഷു ആഘോഷമാണെന്ന് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. സ്വന്തം കഥയായ മുറപ്പെണ്ണിന് തിരക്കഥ എഴുതിയത് MT 1964-65 കാലത്ത് സിനിമയിലെത്തിയത്. ഓക്കെ, സ്വന്തം കഥയായ മുറപ്പെണ്ണിന് തിരക്കഥ എഴുതിയത് കേട്ടോ. സ്വന്തം കഥയായിരുന്നു മുറപ്പെണ്ണ്, അതിന് തിരക്കഥ എഴുതിയതും MT തന്നെയാണ്. മുറപ്പെണ്ണ് 1964-65 കാലത്ത് സിനിമയിലെത്തി. 1973 അദ്ദേഹം സംവിധാനം ചെയ്യുന്ന നിർമാല്യത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കവും ലഭിച്ചിട്ടുണ്ട് എന്ന പോയിന്റ് ഓർത്തു വെക്കാം. പോയിന്റുകളുടെ കൂമ്പാരമാണ്. യെസ്, അപ്പോ MTയുടെ തുടക്കം കവിതയിലായിരുന്നു എന്നുള്ളത് ഒരു പോയിന്റ് ആയിട്ട് പഠിക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ആദ്യ രചനയായിരുന്നു എന്ത്? പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം. യെസ്, അത് കേരള ക്ഷേമം എന്ന് പറയുന്ന ദ്വൈവാരികയിലാണ് ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത്. അതേ സമയത്ത് തന്നെ വിഷുവാഘോഷം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചു മദ്രാശിയിൽ നിന്ന് ചിത്ര കേരളത്തിൽ കേട്ടോ. സ്വന്തം കഥയാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം കഥയാണ് മുറപ്പെണ്ണെ. അതിന് തിരക്കഥ എഴുതിയത് അദ്ദേഹമായിരുന്നു. 64-65 കാലഘട്ടത്തിൽ സിനിമയിലെത്തി. 73 അദ്ദേഹം സംവിധാനം ചെയ്ത നിർമാല്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്വർണ്ണ പതക്കം, രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചിട്ടുണ്ട് എന്ന പോയിന്റും ഓർത്തു വെക്കാം, പഠിച്ചു വെക്കാം കേട്ടോ. അദ്ദേഹത്തിന്റെ ആദ്യ രചനകൾ സിനിമയിലെത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? നിങ്ങൾ ഓക്കെ അല്ലേ? യെസ്. അപ്പോ പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം ആദ്യ കവിത, വിഷുവാഘോഷം ആദ്യ കഥ, മുറപ്പെണ്ണ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ എഴുതിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ സംവിധാനം ചെയ്ത 1973 അദ്ദേഹം സംവിധാനം ചെയ്ത നിർമാല്യത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കവും ലഭിച്ചിട്ടുണ്ട് എന്ന പോയിന്റ് കൂടി അവിടെ ഓർത്തു വെക്കാം കേട്ടോ. യെസ്, അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്, അയ്യോ പഴയതൊക്കെ മറന്നുപോയോ, ആദ്യം പഠിച്ചത് മറന്നുപോയോ എന്നുള്ള ഒരു ചിന്ത വരും സ്വാഭാവികമായിട്ടും അല്ലെ. യെസ്, ഒന്നും മറന്നിട്ടില്ല. എന്താ? 1933-2024 വരെയാണ് MT വാസുദേവൻ നായരുടെ കാലഘട്ടം. മുഴുവൻ പേര് മാടത്തെ തെക്കേപ്പാട്ട് വാസുദേവൻ നായർ അല്ലെ. ഇനി എവിടെ ജനിച്ചത്? പറ, കമന്റ് ചെയ്യും. എവിടെ ജനിച്ചു? പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ജനിച്ചു. എവിടെ മരണപ്പെട്ടു? മരണപ്പെട്ട സ്ഥലം പറയുന്നില്ല. ഡിസംബർ 25-നാണ് മരണപ്പെട്ടത് കേട്ടോ. അദ്ദേഹം ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് സ്മൃതിപഥമാണ് എന്ന പോയിന്റ് നോട്ട് ചെയ്തു വെക്കാം. ആദ്യം പ്രസിദ്ധീകരിച്ച നോവലാണ് പാതിരാവും പകൽ വെളിച്ചു. പക്ഷെ അത് പുസ്തക രൂപത്തിലാക്കിയിരുന്നോ? ഇല്ല. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലുകെട്ട് എന്ന് നോട്ട് ചെയ്തു. അതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലെ. യെസ്, നാലുകെട്ട്. 57-ൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സബ് എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്? കേരള ഹെമിംഗ്വേ, നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. നിളയുടെ കവി കുഞ്ഞിരാമൻ നായരാണെന്നുള്ളത് എടുത്ത് പഠിക്കുക, അടിവരയിട്ട് പഠിക്കുക കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. തൂലികാനാമം സരള അല്ലെ, സരളയാണ്. മാണിക്യക്കല്ല് എന്ന നോവലിൽ സരള എന്ന തൂലികാനാമത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ബാലസാഹിത്യത്തിൽ K സരള എന്ന തൂലികാനാമത്തിൽ എഴുതിയതും അദ്ദേഹമാണ്. പിന്നീട് നമ്മൾ പഠിച്ചു അദ്ദേഹം നോവൽ മാത്രം എഴുതിയിരുന്ന ഒരാളല്ല, കവിതയിലായിരുന്നു തുടക്കം. യെസ്, ആദ്യ രചന, ആദ്യ കഥ, യെസ് മുറപ്പെണ്ണും, അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ച നിർമാല്യത്തെ കുറിച്ചും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. 3 സ്ലൈഡുകൾ പക്ക സെറ്റാണെന്ന് വിചാരിക്കും. ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ 1973 നിർമാല്യം. നമ്മളിപ്പോ പറഞ്ഞില്ലേ രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു എന്ന് പറഞ്ഞില്ലേ, അതാണ് അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്ത സിനിമ.
അപ്പൊ ആദ്യത്തെ കവിത കിട്ടി, കഥ കിട്ടി, നോവൽ കിട്ടി, പുസ്തക രൂപത്തിൽ എഴുതിയ നോവൽ കിട്ടി. ഓക്കെ, ഇനി ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമാല്യം എന്നും പഠിച്ചു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്, കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് എന്ന പോയിട്ട് ഓർത്ത് വെക്കുക. തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷ സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷ സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച പ്രശസ്ത നോവലാണ് രണ്ടാമൂഴം. അതും വളരെ പ്രസിദ്ധമാണ് അല്ലെ. മുറപ്പെണ്ണെ, നിർമാല്യം എന്ന് പറയുന്ന സിനിമ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാനമാണ് നിർമാല്യം എന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച പ്രശസ്തമായ നോവലാണ് രണ്ടാമൂഴം എന്നിനോട് ചേർക്കുക. ഓക്കെ, രണ്ടാമൂഴം. അപ്പോ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച പ്രശസ്ത നോവലാണ് രണ്ടാമൂഴം എന്ന് പഠിച്ചു വെക്കാം. മറ്റു പ്രശസ്തമായ നോവലുകൾ കാലം, അസുരവിത്ത്, വിലാപയാത്ര. MT മരണപ്പെടുന്നതിന് മുന്നേ തന്നെ MTയുടെ കൃതികളൊക്കെ PSC ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് അല്ലെ. അതുകൊണ്ട് PYQ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പല കൃതികളും നമുക്ക് തന്നെ കാണാപ്പാടമാണ് അല്ലെ, പച്ചവെള്ളമാണ്. യെസ്. അപ്പോ വിലാപയാത്ര, മഞ്ഞ്, അറബിപ്പൊന്ന്, വാരണാസി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലുകളാണ് എന്ന പോയിന്റ് ഓർത്ത്. ഓക്കെ, യെസ്. അപ്പോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച പ്രശസ്ത നോവലാണ് രണ്ടാമൂഴം. കാലം, അസുരവിത്ത്, വിലാപയാത്ര, മഞ്ഞ്, അറബിപ്പൊന്ന്, വാരണാസി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകളാണ് എന്നോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഒരു ചിത്രം ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്നാ മതി. മഞ്ഞുമൂടിയ വാരണാസിയില് എന്താണ്? യെസ്, കുറെ കാലങ്ങൾക്ക് മുന്നേ മഞ്ഞുമൂടിയ ഒരു വാരണാസിയിലെ എന്താണ്? യെസ്, ഒരു അസുരവിത്തിനെ വിലാപയാത്രയാക്കി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതിനകത്ത് എന്താണ്? അറബിപ്പൊന്നൊക്കെ വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ രണ്ടാമൂഴമായിരുന്നു എന്നുള്ളത് കൂടി വെറുതെ അങ്ങ് ഓർത്ത് വെച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ഒരു ചിത്രം അങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരാം. വാരണാസി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണോ ആ വാരണാസിയിൽ മഞ്ഞ് മൂടിയ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. ഓക്കെ, മഞ്ഞ്, വാരണാസി. പിന്നെന്താണ് സംഭവിക്കുന്നത്? യെസ്, നമ്മളെ വിലാപയാത്ര വരികയാണ്. ഒരു അസുരവിത്തിനെയും കൊണ്ട് ഒരു വിലാപയാത്ര വരികയാണ്. കുറെ കാലങ്ങൾക്ക് മുന്നെയാണ്. യെസ് എന്നുള്ളത് ഓർത്തു വെക്കാം. എന്നിട്ട് ആ വിലാപയാത്ര വരുമ്പോ അറബിപ്പൊന്നൊക്കെ വെച്ചിട്ടാണ് ആ യാത്ര വരുന്നത്. അത് ആ അസുരവിത്തിന്റെ രണ്ടാമൂഴമായിരുന്നു എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. യെസ്, ഒരു ചിത്രം ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. യെസ്, എന്റെ മനസ്സിലേക്ക് ഇപ്പൊ ആ ചിത്രം പതിഞ്ഞു. നിങ്ങളുടെ മനസ്സിലേക്ക് പതിഞ്ഞോ? യെസ്, വാരണാസിയിൽ ഒരു മഞ്ഞു മൂടിയ ഒരു സാഹചര്യം. ഓക്കെ, കുറെ കാലങ്ങൾക്ക് മുന്നേ ആണ് ഇത് നടക്കുന്നത്. യെസ്, ഒരു അസുരവിത്തിനെ വിലാപയാത്രയാക്കി കൊണ്ടുവരികയാണ് അറബിപ്പൊന്നൊക്കെ വെച്ചിട്ട് കേട്ടോ. അത് അദ്ദേഹത്തിന്റെ രണ്ടാമൂഴമായിരുന്നു എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്. ഇനി ഇത് നിങ്ങൾ തെറ്റിക്കൂലല്ലോ. ഏത്? പാതിരാവും പകൽ വെളിച്ചു. ആ വിലാപയാത്ര ഇങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോ രാത്രിയാവുന്നുണ്ട്, ചിലപ്പോ പകൽ വെളിച്ചം വരുന്നുണ്ട്. ചിലപ്പോ രാത്രിയാവുന്നുണ്ട്, ചിലപ്പോ പകൽ വെളിച്ചം വരുന്നുണ്ട് കേട്ടോ. പാതിരാവും പകൽ വെളിച്ചു. ഓക്കെ, എന്നിട്ട് ആ വിലാപയാത്ര ഇങ്ങനെ വന്ന ഒരു വീടിന്റെ നാലുകെട്ടിൽ വന്ന് നിന്നു. ഓക്കെ കേട്ടോ. യെസ്, ബാക്കി നിങ്ങൾക്ക് ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് അത് സെറ്റ് ആക്കിക്കോളും കേട്ടോ. സെറ്റ് ആയിക്കോളും. യെസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് കണ്ണടച്ചേ. യെസ്, അദ്ദേഹത്തിന്റെ നോവലുകളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് കണ്ണടക്കാമോ? ഒരു വിലാപയാത്ര വരുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അസുരവിത്തിനെയും കൊണ്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? രാത്രിയാവുന്നുണ്ട്, പകലാവുന്നുണ്ട്. പാതിരാവും പകൽ വെളിച്ചവും. ഓക്കെ, യെസ്. കുറെ കാലങ്ങൾക്ക് മുന്നേ നടക്കുന്നതാണ്. വാരണാസിയിലെ ഒരു മഞ്ഞുമൂടിയ സാഹചര്യത്തിലാണ് നടക്കുന്നത്. ആ വിലാപയാത്ര വരുന്ന സമയത്ത് അതിനുള്ളിൽ എന്തുണ്ട്? അറബിപ്പൊന്നൊക്കെ വെച്ചിട്ടുണ്ട്. കിട്ടിയോ?
യെസ്, പിന്നെ അത് വന്നിട്ട് എവിടെയാ നിൽക്കുന്നത്? ഒരു നാലുകെട്ടിൽ വന്നിട്ടാണ് വിലാപയാത്ര നിൽക്കുന്നത് എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ MTയുടെ നോവലുകൾ പക്ക കിട്ടിയില്ലേ? കിട്ടിയോ? ഇനി കണ്ണു തുറന്നു കിട്ടിയോ? യെസ്, ഓക്കെ. അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറെ കാലങ്ങൾക്ക് മുന്നേ ഒരു രാത്രിയും പകലും ആവുന്ന ഒരു ഇങ്ങനെ മിന്നി മറയാണ്. അതിരാവും പകൽ വെളിച്ചവും. അസുരവിത്തെ, യെസ്. വിലാപയാത്ര, അറബിപ്പൊന്നെ, പിന്നെന്താണ്? യെസ്, അതെ, നാലുകെട്ടിൽ വന്നാണ് നിൽക്കുന്നത് എന്ന പോയിന്റ് കൂടി അവിടെ എന്ത് ചെയ്യാ? ഓർത്തു വെക്കാം. മഞ്ഞു മൂടിയ വാരണാസിയിലാണല്ലോ നടക്കുന്നത് കേട്ടോ. ഉറങ്ങിപ്പോയോ? ഇനി അദ്ദേഹത്തിന്റെ തിരക്കഥകൾ, പ്രശസ്തമായ തിരക്കഥകളാണ് ഇരുട്ടിന്റെ ആത്മാവ്, ഓപ്പോൾ. ഇരുട്ടിന്റെ ആത്മാവ്, ഓപ്പോൾ, നീലത്താമര, വൈശാലി, പെരുന്തച്ഛൻ, ഒരു വടക്കൻ വീരഗാഥ, സതയം, ബന്ധനം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ തിരക്കഥകളാണ്. എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് മോഹൻലാലിനൊക്കെ MTയോട് ഇത്രയും സ്നേഹം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഒരു വടക്കൻ വീരഗാഥ, സതയം, ബന്ധനം, നീലത്താമര, ഓപ്പോൾ, ഇരുട്ടിന്റെ ആത്മാവ്, വൈശാലി, പെരുന്തച്ഛൻ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ തിരക്കഥകളാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്. അപ്പോ നോവലാണ് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. തിരക്കഥ കൂടി എന്ത് ചെയ്യാം? അക്കൂട്ടത്തിലേക്ക് ഓർത്തു വെക്കാം. ഇരുട്ടിന്റെ ആത്മാവ്, ഓപ്പോൾ, നീലത്താമര, വൈശാലി, പെരുന്തച്ഛൻ, ഒരു വടക്കൻ വീരഗാഥ, സതയം, ബന്ധനം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ തിരക്കഥകളാണ് എന്ന പോയിന്റ് ഓർത്തു കേട്ടോ. യെസ്, അപ്പൊ അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയാണ് നിർമാല്യം എന്ന് നോട്ട് ചെയ്തു വെക്കാം. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം, തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷ സ്ഥാനം, ഇതൊക്കെ വഹിച്ചിട്ടുണ്ട് എന്ന പോയിന്റ് ഓർത്തു കേട്ടോ. ഇനി MT കൃതികളുടെ പ്രത്യേകതകൾ. MT വാസുദേവൻ നായരുടെ ആദ്യ കഥാസമാഹാരമാണ് രക്തം പുരണ്ട മൺതരികൾ. അപ്പൊ ആദ്യത്തെ നോവല്, പുസ്തക രൂപത്തിലാക്കിയ നോവല്, ആദ്യത്തെ സംവിധാനം ചെയ്ത സിനിമ, യെസ്, ആദ്യത്തെ കവിത, കഥ ഒക്കെ നമ്മൾ പറഞ്ഞു ഇല്ലേ? ഇനി MT വാസുദേവൻ നായരുടെ ആദ്യത്തെ കഥാസമാഹാരം ഏതാൻ ചോദിച്ചു കഴിഞ്ഞാൽ രക്തം പുരണ്ട മൺതരികൾ എന്നുകൊണ്ട് ചെയ്തു. രക്തം പുരണ്ട മൺതരികൾ കഥാസമാഹാരമാണ് രക്തം പുരണ്ട മൺതരികൾ. 33 മുതൽ 2024 വരെ അദ്ദേഹം എഴുതുകയായിരുന്നോ എന്ന് നിങ്ങൾ ആലോചിക്കും. MTയെ കുറിച്ച് ഫുൾ പഠിക്കുമ്പോൾ. വേറൊന്നിനും ഒരു സമയം ഉണ്ടായിരുന്നില്ലേ? ഫുൾ ടൈം എഴുത്തായിരുന്നോ എന്ന് നമ്മൾ വിചാരിക്കുക. അത്രയധികം ഉണ്ട് അല്ലേ? യെസ്, ചായ കുടിച്ചോ? ഓക്കെ. ഇനി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച MTയുടെ ആദ്യ നോവൽ നാലുകെട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. MT രചിച്ച ഏക നാടകം. അപ്പോ ആദ്യ നോവൽ, പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ, കവിത, കഥ, കഥാസമാഹാരം, അദ്ദേഹം രചിച്ച ഏക നാടകമാണ് ഗോപുരനടയിൽ. എന്ത് പറ്റി? പിന്നെ നാടകം എഴുതിയില്ല. ഗോപുരനടയിൽ കേട്ടോ. ഇനി യെസ്, വൻകടലിലെ തുഴവെള്ളക്കാർ എന്ന യാത്രാ വിവരണം MT വാസുദേവൻ, MT ആണ്, MT വാസുദേവൻ നായരുടേതാണ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. MT വാസുദേവൻ നായരുടേതാണ് ഇത് വൻകടലിലെ തുഴവെള്ളക്കാർ. അപ്പൊ അദ്ദേഹം രചിച്ച ഏക നാടകമാണ് ഗോപുരനടയിൽ. അദ്ദേഹം രചിച്ച ഏക നാടകം. പിന്നെ നാടകം ഒന്നൊരു ഇതില്ലാന്ന് വിചാരിച്ചിട്ടായിരിക്കും പിന്നെ സിനിമയിലേക്ക് വന്നത് അല്ലെ. MT രചിച്ച ഏക നാടകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപുരനടയിൽ എന്ന് വിളിച്ചു പോകാം. വൻകടലിലെ തുഴവെള്ളക്കാർ എന്ന യാത്രാ വിവരണം MT വാസുദേവൻ നായരുടേതാണ് എന്ന പോയിന്റ് ഓർത്തു വെക്കണേ. ഇനി MT വാസുദേവൻ നായർ എഴുതിയ ആദ്യ സിനിമയാണ് മുറപ്പെണ്ണെ. ആദ്യ സിനിമ എഴുതിയ ആദ്യ സിനിമ മുറപ്പെണ്ണെ. തിരക്കഥ എഴുതിയ കേട്ടോ. MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ ആദ്യ സിനിമയാണ് മുറപ്പെണ്ണെ. സംവിധാനം ചെയ്ത സിനിമയാണ് നിർമാല്യം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ആദ്യത്തെ കഥാസമാഹാരം രക്തപുരണ്ട മൺതരികൾ, പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച MTയുടെ ആദ്യ നോവൽ നാലുകെട്ട്, MT രചിച്ച ഏക നാടകം ഗോപുരനടയിൽ, യെസ്, വൻകടലിലെ തുഴവെള്ളക്കാർ അദ്ദേഹത്തിന്റെ യാത്രാ വിവരണമാണെന്നും അദ്ദേഹത്തിന്റെ ആദ്യ തിരക്കഥ മുറപ്പെണ്ണാണ്, ആദ്യ സിനിമ നിർമാല്യമാണ് എന്ന പോയിന്റ് ഓർത്തു വെക്കാം. ഓക്കെ, യെസ്. നിർമാല്യം എന്ന സിനിമ ആധാരമായി MTയുടെ കഥയാണ് പള്ളിവാളും കാൽച്ചിലമ്പും. ഓക്കെ, നിർമാല്യം എന്ന സിനിമയ്ക്ക് ആധാരമായ MTയുടെ കഥ. MT ആദ്യം ഒരു കഥ എഴുതി, പള്ളിവാളും കാൽച്ചിലമ്പും. അതാണ് പിന്നെ
നിർമാല്യം എന്ന് പറയുന്ന സിനിമയായിട്ട് മാറുന്നത്. കേട്ടോ? യെസ്, ഒരു ക്ലാസ് മൊത്തം MT വേണ്ടി കളയണോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തു വെക്കുക. 2025 പരീക്ഷയിൽ MT കുറിച്ച് ഒരൊറ്റ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഞാൻ കറണ്ട് അഫയേഴ്സ് എടുക്കുന്ന ക്ലാസ് നിർത്തും എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. കേട്ടോ? ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും, പഠിച്ചു വെക്കണം. അപ്പൊ MT വാസുദേവൻ നായരുടെ ആദ്യ കഥാസമാഹാരം നമ്മൾ പറഞ്ഞു. യെസ്, 4 കെട്ട്, ഗോപുരനടയിൽ ഏക നാടകം, വൻകടലിലെ തുഴവെള്ളക്കാർ, മുറപ്പെണ്ണെ ആദ്യത്തെ തിരക്കഥ, ആദ്യത്തെ സിനിമയാണ് നിർമാല്യം. നിർമാല്യത്തിന് കാരണമായ MTയുടെ കഥ പള്ളിവാളും കാൽച്ചിലമ്പും എന്നിനോട് ചെയ്ത് കേട്ടോ. യെസ്, പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് പറഞ്ഞത് കേട്ടോ. നിർമാല്യം എന്ന ചിത്രത്തിൽ പശ്ചാത്തല സംഗീതമായി ഉപയോഗിച്ച ഇടശ്ശേരിയുടെ കവിത കാവിലെ പാട്ട് വായിച്ചു പോയാൽ മതി. നിർമാല്യം എന്ന സിനിമ പ്രസിദ്ധീകരിച്ച മലപ്പുറം ജില്ലയിലെ ഗ്രാമം മൂക്കുതല. അതിപ്പോ എവിടെയാ? മൂക്കുതല. ഇനി മഹാഭാരതത്തിലെ ഭീമന്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന MTയുടെ കൃതിയാണ് രണ്ടാം ഊഴം. MT മഹാഭാരതത്തിലെ ഭീമന്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന MTയുടെ കൃതിയാണ് രണ്ടാം ഊഴം എന്നോട് ചെയ്തു വെക്കാം. പരിസ്ഥിതി പ്രശ്നങ്ങൾ പരാമർശിക്കുന്ന MTയുടെ ലേഖന സമാഹാരമാണ് കണ്ണാന്തളി പൂക്കളുടെ കാലം. ഓക്കെ, കണ്ണാന്തളി പൂക്കളുടെ കാലമാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ പരാമർശിക്കുന്ന MTയുടെ ലേഖന സമാഹാരമാണ് കണ്ണാന്തളി പൂക്കളുടെ കാലം എന്നോട് ചെയ്തു കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വായിച്ചു പോയാൽ മതിയേ. നിർമാല്യം ഇതുവരെ പറഞ്ഞതൊക്കെ എന്താണ് നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ആണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. നിർമാല്യം എന്ന ചിത്രത്തിൽ പശ്ചാത്തല സംഗീതമായി ഉപയോഗിച്ച ഇടശ്ശേരിയുടെ കവിതയാണ് കാവിലെ പാട്ട്. നിർമാല്യം എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ വരുന്ന ആദ്യ സിനിമയാണ്. അത് ചിത്രീകരിച്ച ഗ്രാമം മൂക്കുതല. മഹാഭാരതത്തിലെ ഭീമന്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന MTയുടെ കൃതിയാണ് ഇത് രണ്ടാം ഊഴം. പരിസ്ഥിതി പ്രശ്നങ്ങൾ പരാമർശിക്കുന്ന MTയുടെ ലേഖന സമാഹാരം കണ്ണാന്തളി പൂക്കളുടെ കാലം എന്നോട് ചെയ്തു. യെസ്, ഓക്കെ. നെക്സ്റ്റ്, അദ്ദേഹത്തിന് പ്രധാനമായി കിട്ടിയ പുരസ്കാരങ്ങൾ നോക്കാം. ഇപ്പൊ കിട്ടിയത് ഇത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ്. 2025 പത്മവിഭൂഷൺ കിട്ടി. പത്മഭൂഷൺ അദ്ദേഹത്തിന് 2005 തന്നെ കിട്ടിയിട്ടുണ്ട്. ജ്ഞാനപീഠം കിട്ടി 1995. ഇത് പഠിക്കാൻ നല്ല എളുപ്പമാണ്. നോക്കിയാൽ നിങ്ങൾ, ജ്ഞാനപീഠം 95, പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞ് പത്മഭൂഷൺ, പിന്നെ ഒരു 20 കൊല്ലം കഴിഞ്ഞ് പത്മവിഭൂഷൺ. ഓർക്കാൻ എളുപ്പമാണ്, വർഷം ഓർക്കാൻ എളുപ്പമാണ്. ജ്ഞാനപീഠം 95, പിന്നെ പത്മഭൂഷൺ 2005, പത്മവിഭൂഷൺ 2025 അല്ലെ? യെസ്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടി 2011. JC ഡാനിയൽ പുരസ്കാരം 2013. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ആദ്യമായി കിട്ടുന്ന ഈ പത്മ പുരസ്കാര മാതൃകയിൽ കേരളം കൊടുക്കുന്ന പുരസ്കാരമാണല്ലോ കേരള ജ്യോതിയൊക്കെ, കേരള സ്ത്രീ പുരസ്കാരമൊക്കെ. ആദ്യമായിട്ട് കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത് 2022 MTക്കാണ്. നമ്മളെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച അവാർഡുകളിൽ സാഹിത്യ അവാർഡാണ് ഈ പറയുന്ന ആദ്യമായിട്ട് ആർക്ക് കിട്ടിയത്? MT കിട്ടിയത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1958, 82, 86 കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കാലം എന്ന് പറയുന്ന കൃതിക്ക് 1970 കിട്ടിയിട്ടുണ്ട്. വയലാർ അവാർഡ് 1985 രണ്ടാം ഊഴത്തിന്, ഭീമന്റെ കഥ പറയുന്ന രണ്ടാം ഊഴത്തിന് 1985 വയലാർ അവാർഡ് കിട്ടി. മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം 1973. ഏതാണ്? നിർമാല്യം അല്ലെ? നിർമാല്യം 73 ആണെന്നുള്ളത് ഇനി ആർക്കും തെറ്റില്ല. അത്രയും തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തു. മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ്, ദേശീയ ചലച്ചിത്ര പുരസ്കാരം 73 നിർമാല്യം എന്ന് നോട്ട് ചെയ്തു. 73 നിർമാല്യം. യെസ്. അപ്പോ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടിയ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. പത്മവിഭൂഷൺ കിട്ടി 2025, പത്മഭൂഷൺ കിട്ടി 2005, ജ്ഞാനപീഠം 95, എഴുത്തച്ഛൻ പുരസ്കാരം 2011, JC ഡാനിയൽ പുരസ്കാരം 2013, ആദ്യമായി കൊടുത്ത കേരള ജ്യോതി പുരസ്കാരം 2022 കിട്ടി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 58, 82, 86, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഒരു പ്രാവശ്യം 1970. രണ്ടാം ഊഴത്തിന് വയലാർ അവാർഡ്, മികച്ച ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നിർമാല്യം 1973 കിട്ടി എന്ന് അതും പഠിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പത്മവിഭൂഷൺ, ഇപ്പൊ കിട്ടിയ പത്മവിഭൂഷൺ കേട്ടോ. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഈ ശനിയാഴ്ച നടന്ന പ്രിലിംസ് പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു?
ശനിയാഴ്ച നടന്ന പ്രിലിംസ് പരീക്ഷയിൽ 3ാം ഫേസ് പ്രിലിംസ് പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചില്ലേ? എല്ലാം എഴുതിയില്ലേ? എല്ലാം എഴുതിയില്ലേ? യെസ്. ഓക്കെ. കൃത്യമായി ഡെയിലി പഠിച്ചു പോവുക. എന്നും എല്ലാ പരീക്ഷയിലും കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 100%, 100%, 90% പ്ലസ് എന്തായാലും നമുക്ക് പറ്റും കേട്ടോ. കാരണം നമ്മളെ ഇതിങ്ങനെ ഡെയിലി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഇവിടെ ഈ കോഴ്സിൽ എടുക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ജാന് മുതലേ 2025 അപ് ടു എക്സാം വരെ, അതായത് മാർച്ച് വരെയൊക്കെ, ഏപ്രിൽ 30 കോഴ്സിന്റെ പിന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ചെയ്ത ക്ലാസ്സുകൾ, കുറച്ച് ക്ലാസ്സുകൾ റെക്കോർഡഡ് ആയിട്ടും ഡെയിലി നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് നമ്മൾ വരും 2024-25. പിന്നെ നമ്മൾ ഓരോ ടോപ്പിക് വൈസ് എടുക്കുമ്പോഴാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2023ലേക്കും ആവശ്യമുള്ള 2022ലേക്കും നമ്മൾ പോകുന്നത് കേട്ടോ. അതും കൂടിയും ഈ ഒരു കോഴ്സിൽ നമ്മൾ കവർ ചെയ്തു പോകുന്നുണ്ട്. മന്ത്ലി കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലര്. ഇപ്പൊ നമ്മൾ ടോപ്പിക്കിലാണ് പോകുന്നത്. മന്ത്ലി കറണ്ട് അഫയേഴ്സും നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരുപാട് മന്ത്ലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ചെയ്തു. 24 ജനുവരി മുതൽ ഡിസംബർ വരെ ഇപ്പൊ ചെയ്തു കഴിഞ്ഞതേ ഉള്ളൂ. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡായി തരും. പക്ഷെ അതിലും നമ്മൾ എടുക്കാത്ത പോയിന്റുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള അപ്ഡേഷൻസും ക്ലാസ്സുകളായിട്ട് നമ്മൾ പോകും കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, ദീപു ഇവിടെ ഉണ്ടോ? ദീപു ക്ലാസ്സിലുണ്ടോ? ദീപു ഇന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണേ. അഭിനന്ദനങ്ങൾ ദീപു. കഴിഞ്ഞ ദിവസം ദീപു ക്ലാസ്സിൽ ജോലി കിട്ടിയ കാര്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. ദീപു ഇവിടെ ഉണ്ടെങ്കിൽ അഭിനന്ദനങ്ങൾ. ഇന്ന് ദീപു ജോയിൻ ചെയ്യാൻ പോവാണെന്ന് രാവിലെ തന്നെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ആ മെസ്സേജ് കണ്ടിട്ടാണ് ഇന്ന് എണീറ്റത്. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജുകൾ കണ്ട് ഒരുപാട് ദിവസങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കാൻ എനിക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് ആ സന്തോഷവും സാഹചര്യവും പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ കേട്ടോ. അപ്പോ ഇനി പുരസ്കാരങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം 2023 MTക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം. ഓക്കെ, കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം 2023 ആർക്ക് ലഭിച്ചിട്ടുണ്ട്? MTക്ക് ലഭിച്ചിട്ടുണ്ട്. MK സാനു പുരസ്കാരം 2024 ലഭിച്ചിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് കുറേയധികം അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട് MT അല്ലെ. MK സാനു പുരസ്കാരം 2024, കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം 2023. ഇനി മാനവ സംസ്കൃതിയുടെ PT തോമസ് സ്മാരക പുരസ്കാരം 2024. മാനവ സംസ്കൃതിയുടെ PT തോമസ് സ്മാരക പുരസ്കാരം 2024 MTക്കാണ് കിട്ടിയത്. പിന്നെ ഓടക്കുഴൽ അവാർഡ് 93, മുട്ടത്ത് വർക്കിയ പുരസ്കാരം 94, വള്ളത്തോൾ അവാർഡ് 2005 ഓൾറെഡി പറഞ്ഞു. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ കിട്ടി. 1989 ഒരു വടക്കൻ വീരഗാഥ, 91 കടവ്, 92 സതയം, 94 പരിണയം. തൊട്ടതൊക്കെ പൊന്നാക്കി ആര്? യെസ്, MT വാസുദേവൻ നായർ. കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം 2023, MK സാനു 2024, മാനവ സംസ്കൃതിയുടെ PT തോമസ് സ്മാരക പുരസ്കാരം 2024, ഓടക്കുഴൽ അവാർഡ് 93, മുട്ടത്ത് വർക്കി പുരസ്കാരം 94, ഞാനപ്പാൻ നമ്മൾ നേരത്തെ പറഞ്ഞു 95, വള്ളത്തോള് 2005. ഇദ്ദേഹത്തിന് കിട്ടാത്തതായിട്ട് എന്താണ് മക്കളെ ഉള്ളത്? അത് എഴുതിയ തിരക്കഥ കുറച്ചെണ്ണം നമ്മൾ പറഞ്ഞുള്ളൂ അല്ലെ. അതിനകത്ത് എല്ലാത്തിനും എന്താണ്? മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഒരുവിധം എല്ലാത്തിനും. മികച്ച തിരക്കഥയുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നിരവധി തവണ ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1958 നോവൽ നാലുകെട്ട്, 82 നാടകം ഗോപുര നടയൻ, 86 കഥ സ്വർഗം തുറക്കുന്ന സമയം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 3 തവണ ലഭിച്ചു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. യെസ്, അത് ഏതാണെന്നും കൂടി ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അത്രയും അവാർഡുകൾ വാരിക്കൂട്ടി MT വാസുദേവൻ നായർ. അപ്പൊ ഈ വർഷങ്ങളൊക്കെ ചിലപ്പോ കുറച്ച് മാറിപ്പോകുന്നുണ്ടാവും. അത് പഠിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ച വർഷം 2008 ആണ്. സ്റ്റേറ്റ്മെന്റിൽ ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പഠിക്കണം. യെസ്, അപ്പോ പരമാവധി എന്ത് ചെയ്യാം? സമയം പോലെ നോക്കുക. അപ്പൊ നമ്മൾ ആദ്യ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജനനം, മരണം, അദ്ദേഹത്തിന്റെ സ്മൃതിപഥം, അദ്ദേഹം രചിച്ച നോവൽ, കവിത, കഥ, നാടകം, യാത്രാവിവരണം, കഥാപാരം, ചിത്രം, സംവിധാനം, തിരക്കഥ, ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ ഇതിനകത്ത് അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്, ഓക്കെ ആണോ? ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ ആണോ? MTയെ കുറിച്ച്
പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണോ? ഇനി അദ്ദേഹത്തിന് ലഭിച്ച മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പുരസ്കാരങ്ങൾ കൂടി നോക്കുന്നത് നല്ലതാണ് അല്ലെ. ഇന്റർനാഷണൽ പുരസ്കാരങ്ങൾ കൂടി നോക്കുന്നത് നല്ലതാണ്. യെസ്, എന്താണ്? അമർ ഉജാല ആകാശദീപ് അവാർഡ് 2024 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അമർ ഉജാല ആകാശദീപ് അവാർഡ്. 20-ാം വയസ്സിൽ വേൾഡ് ഷോർട്ട് സ്റ്റോറി മത്സര വിഭാഗത്തിൽ വളർത്തുമൃഗം എന്ന ചെറുകഥയ്ക്ക് പുരസ്കാരം ലഭിച്ചു. 20-ാം വയസ്സിൽ വേൾഡ് ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്ന മത്സര വിഭാഗത്തിലെ വളർത്തുമൃഗം എന്ന ചെറുകഥയ്ക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ജക്കാർത്ത ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല ഏഷ്യൻ ചിത്രത്തിനുള്ള ഗരുഡ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. ജപ്പാനിലെ യോക്കോഹാമ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കടവിന് ഗ്രാൻഡ് പ്രി, കടവ് എന്ന് പറയുന്ന പിന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ, കടവ് എന്ന് പറയുന്ന തിരക്കഥ കണ്ടതാണ്. യോക്കോമ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അതിന് കടവിന് ഗ്രാൻഡ് പ്രി അവാർഡ് ലഭിച്ചു. സിംഗപ്പൂർ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ സിൽവർ സ്ക്രീൻ അവാർഡ് തുടങ്ങിയ അന്താരാഷ്ട്ര ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. സിംഗപ്പൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സിൽവർ സ്ക്രീൻ അവാർഡ്. അപ്പൊ സിംഗപ്പൂർ സിൽവർ സ്ക്രീൻ അവാർഡ്, ജപ്പാനിലെ യോക്കോഹാമ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കടവ് എന്ന് പറയുന്ന തിരക്കഥയ്ക്ക് ഗ്രാൻഡ് പ്രി അവാർഡ് ലഭിച്ചു. ജക്കാർത്ത ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല ഏഷ്യൻ ചിത്രത്തിനുള്ള ഗരുഡ അവാർഡ് ലഭിച്ചു. പിന്നെ അദ്ദേഹത്തിന് 20-ാം വയസ്സിൽ വേൾഡ് ഷോർട്ട് സ്റ്റോറി മത്സര വിഭാഗത്തിൽ വളർത്തുമൃഗം എന്ന ചെറുകഥയ്ക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അമർ ഉജാല ആകാശദീപ് അവാർഡ് 2024 ലഭിച്ചിട്ടുണ്ട് എന്ന പോയിന്റും അവിടെ ഓർത്ത് വെക്കാം, പഠിച്ച് വെക്കാം. സെറ്റല്ലേ? യെസ്, അമർ ഉജാല ആകാശദീപ് അവാർഡ് MT ഒരു സംഭവമാണെന്നുള്ളത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു അരമണിക്കൂർ കേട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും മാറിയിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ കഥകളൊക്കെ നമുക്കൊന്ന് ഓടിച്ചു പോവാം കേട്ടോ. ഇരുട്ടിന്റെ ആത്മാവും കുട്ടിയടത്തി. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം 1933 മുതൽ 2024 വരെ പേന നിലത്ത് വെക്കാതെ എഴുതുമായിരുന്നു എന്നുള്ളത്. ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയടത്തി, വാരിക്കുഴി, പതനം, ബന്ധനം, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം, ദാർ എസ് സലാം, രക്തം പുരണ്ട മൺതരികൾ, കഥാസമാഹാരമാണ് നമ്മൾ പറഞ്ഞു അല്ലെ. വെയിലും നിലാവും, കളിവീട്, വേദനയുടെ പൂക്കൾ, ഷെർലക്, ഓപ്പോൾ, നിന്റെ ഓർമ്മയ്ക്ക്, വിത്തുകൾ, കർക്കിടകം, വിൽപ്പന, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, പെരുമഴയുടെ പിറ്റേന്ന്, കാൽപാന്തം, കാഴ്ച, ശിലാലിഖിതം, കുപ്പായം. ഓക്കെ, യെസ്. ഇപ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. MT എഴുതിയതെല്ലാം ഹിറ്റാണോ? അല്ല. ആണോ? അല്ല. MT എഴുതിയ ചില, വിൽപ്പന എന്ന് പറയുന്ന MTയുടെ കഥയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ നന്നായിട്ട് വായിക്കുന്നവരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ശിലാലിഖിതം കേട്ടിട്ടുണ്ടോ? MT എഴുതിയതെല്ലാം ഹിറ്റല്ല, പക്ഷെ MT എഴുതിയ ഒരുപാട് ഹിറ്റുകളുണ്ട്. നിങ്ങൾ എഴുതിയ PSC എല്ലാം കിട്ടണമെന്നില്ല, പക്ഷേ നിങ്ങൾ എഴുതിയ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടുന്ന PSC നിങ്ങൾക്ക് എഴുതാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. യെസ്. അപ്പൊ കഥകൾ കൂടി ഒന്ന് ഓർത്തു വെക്കണേ, ഒന്ന് വായിച്ചു പോണേ. തിരക്കഥകളോ? യെസ്, 33 മുതൽ 2024 വരെ എഴുതേണ്ടത്. ഓളവും തീരവും, മുറപ്പെണ്ണെ, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, നഗരമേനന്തി, അസുരവിലെ, പകൽക്കിനാവ്, ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയടത്തി, ഇടവഴിയിലെ മിണ്ടാപ്പൂച്ച, എവിടെയോ ഒരു ശത്രു, വെള്ളം, പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ, അമൃതംഗമയ, അരൂഢം, ആൾക്കൂട്ടത്തിൽ തനിയെ, അടിയൊഴുക്കുകൾ, ഉയരങ്ങളിൽ, അനുബന്ധനം, അഭയം തേടി, ഋതുവേദം, വൈശാലി, സദനം, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ താഴ്വാരം, സുഹൃതം, പരിണയം എന്ന് സ്വന്തം ജാനകിക്കുട്ടി, ഓർമ്മയില്ലേ? തീർത്ഥാടനം, പഴശ്ശിരാജ, ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഇതൊക്കെ വായിച്ചു തീർക്കുക കേട്ടോ. ഓക്കെ, യെസ്, ഒരു ചെറു പുഞ്ചിരി, അത് വായിച്ചു തീർക്കാൻ വേണ്ടി എഴുതിയതല്ല. യെസ്, അദ്ദേഹത്തിന്റെ തിരക്കഥയാണെന്നേ ഓർത്തു വെക്കാം. കഥയും തിരക്കഥയൊക്കെ ഒന്ന് വായിച്ചു പോകട്ടോ. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ: കണ്ണാന്തളിപ്പൂക്കളുടെ കാലം, സ്നേഹാദരങ്ങളോടെ, അമ്മയ്ക്ക്, ചിത്രത്തെരുവുകൾ അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങളാണ്. കിളിവാതിലിലൂടെ, ഏകാകിതയുടെ ശബ്ദം, രമണീയം ഒരു കാലം. ഇതെല്ലാം ഇപ്പൊ എഴുതിയെടുക്കണമെന്നോ പഠിക്കണമെന്നോ ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കണ്ടുപോയിട്ടുണ്ടാവണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ജനനം, മരണം, ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം,
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ, ആദ്യത്തെ കവിത, ആദ്യത്തെ കഥാസമാഹാരം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ 3ാമത്തെ സെഷനിലൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഇത് നമ്മളൊന്ന് വായിച്ചു പോവാം കേട്ടോ. ഓക്കെ, യെസ്. പ്രബന്ധങ്ങൾ: കിളിവാതിലിലൂടെ, ഏകാഗികളുടെ ശബ്ദം, രമണീയം ഒരു കാലം. യെസ്, രമണീയം ഒരു കാലം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങളാണ്. ഇതിനോട് ചെയ്തു നോക്കാം. ഇനി ഇത് നമ്മൾ പഠിച്ച പല കാര്യങ്ങളും അതിനകത്തുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഈ ജീവിതരേഖയും ഒന്ന് വായിച്ചു പോകണേ. 1938-48 വിദ്യാഭ്യാസം, മാമലക്കാവ് എലിമെന്ററി സ്കൂൾ, കുമരനെല്ലൂർ ഹൈസ്കൂൾ 10ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. 54-ൽ പട്ടാമ്പി ബോർഡ് ഹൈസ്കൂൾ, ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലൊക്കെ അദ്ദേഹം അധ്യാപകനായി വർക്ക് ചെയ്തു. 57-ൽ മാതൃഭൂമി സബ് എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇനി 68-ൽ മാതൃഭൂമി ആഴ്ചപതിപ്പിന്റെ പത്രാധിപനായി മാറി. 81-ൽ മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ചു. 89-ൽ പീരിയോഡിക്കൽ എഡിറ്ററായി. യെസ്. 92-ൽ തുഞ്ചൻ സ്മാരക സമിതി ചെയർമാനായി. 95-ൽ ജ്ഞാനപീഠം. 98-ൽ ഇന്ത്യൻ പനോരമ ചെയർമാനായി മാറി. 2005-ൽ പത്മഭൂഷൺ ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചു. 2020-ൽ തിരൂർ തുഞ്ചത്തെഴുത്തൻ മലയാള സർവകലാശാലയുടെ ആദ്യത്തെ എമിറേറ്റഡ് പ്രൊഫസർ കൂടിയായിരുന്നു അദ്ദേഹം. 2020-ൽ 2025-ൽ പത്മവിഭൂഷൺ ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ജീവിതരേഖ. യെസ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ നമ്മൾ പറഞ്ഞു. ജീവിതരേഖയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ PDF ഉണ്ട് കേട്ടോ. യെസ്. ഇനി അപ്രപാളിയിലും കാലാതീതൻ. ഓക്കെ, യെസ്. നിർമാല്യം 1973-ൽ അദ്ദേഹത്തിന്റെ ചിത്രം നിർമാല്യം. 1991-ൽ കടവ്, മെഴുതു അല്ലേ ഇത്. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഇതാ നോക്കാം. നിങ്ങൾക്ക് പരിചയമുള്ള സിനിമകൾ നോക്കിയാൽ നിങ്ങൾ പെരുന്തച്ചൻ, തിലകനെ ഓർമ്മയില്ലേ, ഒരു വടക്കൻ വീരഗാഥ, സതയം, ഓക്കെ, ദയ. യെസ്. പിന്നെ പഴശ്ശിരാജ കാണുന്നില്ലേ? യെസ്, ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് MT യെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ MT യെ കുറിച്ചുള്ള ചോദ്യം അടുത്ത പരീക്ഷയിൽ എന്തായാലും ചോദിക്കും. നിർബന്ധമായിട്ടും ഈ ക്ലാസ്സിൽ നമ്മൾ എടുത്ത കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുക. നന്നായിട്ട് പഠിക്കുക. 1 മാർക്ക് 2 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. നന്നായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ഇന്നലെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. യെസ്, റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് നമുക്കിപ്പോ ടൈപ്പിസ്റ്റ്, ഹൈക്കോർട്ട്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ക്ലാസ്സുകളിലേക്ക് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചു. ഇന്നാണ് അതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ടുഡേ ആണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് 10% ഓഫറിലാണ് നമ്മൾ ഇപ്പൊ അഡ്മിഷൻ എടുക്കുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമറുടെ കോഴ്സ് നമുക്കുണ്ട്. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞു കോഴ്സുകളൊക്കെ എടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ നമ്മുടെ കോഴ്സ് വെൽ സെറ്റ് ആയിട്ട് നമ്മൾ കൃത്യമായ ടൈം ടേബിളോട് കൂടിയിട്ട് നമ്മൾ പഠിച്ചു പോകുന്ന നമ്മുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി നമുക്ക് 3-4 ക്ലാസ്സുകളാണ് ലൈവ് ഉണ്ടാവുന്നത് അല്ലെ. പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ 5 മണിക്ക് ഡെയിലി എക്സാം നമ്മൾ നടത്തുന്നു. വളരെ പ്രോപ്പർ ആയിട്ട് സെക്രട്ടേറിയറ്റിന്റെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, SIയുടെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഓക്കെ, യെസ്. ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, പ്രിലിംസ് ഒക്കെ ബാച്ചിലുള്ള ആളുകൾ, സെക്രട്ടേറിയറ്റ് ഒക്കെ നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം വരാം. ഈ എമൗണ്ട് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നമ്മുടെ കുട്ടികളാണ്. നിങ്ങൾക്കുള്ള സ്പെഷ്യൽ റേറ്റ് നമ്മുടെ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ +2 ലെവൽ CPO, CEO, അതുപോലെ തന്നെ ഫയർമാൻ, ഇതിന്റെ ഒക്കെ ഫയർ വുമണും വുമൺ CPOയും കാര്യങ്ങളും നോക്കുന്ന ആളുകൾക്ക് നമുക്ക് ബാച്ചിന്റെ സ്പെഷ്യൽ ടോപ്പിക് മാത്രമായിട്ടുള്ള ബാച്ചിന്റെ ഫുൾ ബാച്ചും ഉണ്ട്. പിന്നെ 10th ലെവൽ ഇപ്പൊ പ്രിലിംസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അതിന്റെ മെയിൻസിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഉണ്ട്. ഒപ്പം അസിസ്റ്റന്റ് സെയിൽസ്മാൻ തുടങ്ങിയ ക്ലാസ്സുകൾ ഉണ്ട്. ഇത് 1499 രൂപയാണ് ഇപ്പോഴത്തെ ഫീസ്. അതിൽ തന്നെ ഈ റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച്, ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല, റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് എല്ലാ കോഴ്സുകൾക്കും 30% ഓഫറിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം കേട്ടോ. 30% ഓഫിൽ അഡ്മിഷൻ എടുക്കാം. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം, വിളിക്കാം. ഓക്കെ, എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു. സെക്രട്ടേറിയറ്റ്, SI
യൂണിഫോം പോസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഡിഗ്രി ലെവൽ യൂണിഫോം പോസ്റ്റും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ ഇപ്പൊ പ്രിലിംസ് ഫോക്കസ്ഡ് ആണ്. ഓക്കെ, ഏപ്രിൽ 30 ആകുമ്പോഴത്തേക്ക് നമ്മൾ പോർഷൻസ് കവർ ചെയ്യും. സെല്യൂട്ട് സിഇഒ പരീക്ഷയാണ് ആദ്യം വരുന്നത് +2 ലെവലിൽ. മെയ് ജൂൺ ജൂലൈയിലാണ് സിഇഒ പറഞ്ഞിട്ടുള്ളത്. CPO ഒക്കെ ആണെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് മുന്നേ ആയിട്ട് ഏപ്രിൽ 30 നമ്മളിപ്പോ ഇതെല്ലാം തീർക്കേണ്ട ടാർഗറ്റ് ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് റിവിഷൻ ക്ലാസ്സുകളായിരിക്കും കേട്ടോ. യെസ്, പിന്നെ 10th ലെവൽ മെയിൻസിന്റെ ക്ലാസ്സുകളും ഈ ഏപ്രിൽ 30 ആകുമ്പോഴത്തേക്ക് തീരും. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പിന്നെയും കൂടെ നമ്മുടെ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും കേട്ടോ. യെസ്, ഓക്കെ, അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോകുന്നു. അപ്പൊ റിപ്പബ്ലിക് ഡേ ആയിട്ട് 30% ഓഫ് ഉണ്ട്. അപ്പൊ ആരെങ്കിലും നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ പച്ചവെള്ളത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സന്തോഷം, ഈ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ. യെസ്, അപ്പൊ MT ഫുൾ ആയിട്ട് പഠിച്ചിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.